നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ ഓരോ സംസ്ഥാനത്തും കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോകുമെന്നും അതുവഴി ഇനി ദേശീയ തലത്തിൽ ഒരു മുന്നണി സംവിധാനം കോൺഗ്രസിന് പ്രായോഗികമല്ലെന്നും BJPയും സംഘപരിവാർ നേതാക്കളും ഒക്കെ വിധിയെഴുതുമ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസിന് പുതിയ ഓപ്പണിംഗാണ് പലയിടത്തും കിട്ടുന്നത്. തമിഴ്നാട്ടിൽ തന്നെ നോക്കൂ, അവിചാരിതമായി കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പണിംഗാണ്. TVK, അതായത് തമിഴക വെട്രിക്കഴകം, കോൺഗ്രസിനോട് ഉൾപ്പെടെയാണ് എതിരിട്ട് അവിടെ 108 MLA-മാരെ വിജയിപ്പിച്ചെടുത്തത്. എന്നാൽ അവസാനം 2 പ്രധാന വകുപ്പ് ക്യാബിനറ്റ് സ്ഥാനങ്ങൾ കോൺഗ്രസിന് നീക്കിവെക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഉന്നത വിദ്യാഭ്യാസവും ടൂറിസവും. ഇതുപോലെ തന്നെയാണ് മറ്റ് പ്രാധാന്യം ഉള്ള സ്ഥലങ്ങളിൽ. നമുക്കറിയാം, ജാർഖണ്ഡിൽ മാത്രമാണ് കോൺഗ്രസിന് TVK പോലെ ഒരു സഖ്യമുള്ളത്. അത് ഔദ്യോഗികമാണ്. എന്നാൽ TVK കൃത്യമായി പറയുന്നു, കോൺഗ്രസ് രൂപീകരിക്കുന്ന യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസോ ഇന്ത്യ മുന്നണി സംവിധാനമോ ആയിക്കോട്ടെ, ഞങ്ങൾ അതിൽ പങ്കുചേരാമെന്ന്. അതായത് ലോക്സഭയിൽ സീറ്റ് ഷെയറിംഗ് കോൺഗ്രസുമായി പങ്കിടാൻ താല്പര്യമുണ്ട് എന്ന് വിജയ് ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. DMK നേതൃത്വം, അതായത് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK കോൺഗ്രസിനെ വഞ്ചകരെന്ന് പറഞ്ഞ് അവരുമായി ഒരു സഹകരണവുമില്ല, ഇന്ത്യ മുന്നണിയിൽ ഇനി ഞങ്ങൾ ഒരു ചർച്ചയ്ക്കും പോകില്ല എന്ന് പറഞ്ഞ് അവരോട് സലാം പറഞ്ഞിരിക്കുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ നിമിഷം ആഗ്രഹിക്കുന്നത്. കാരണം സ്റ്റാലിൻ്റെ പാർട്ടിയെ കൊണ്ട് ഇനി കോൺഗ്രസിന് കാക്കാസിന് ഗുണമില്ല. സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ളവർ അവിടെ കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നപ്പോഴാണ് വലിയ അഴിമതി കേസുകൾ കോൺഗ്രസിൻ്റെ പെടലിക്ക് വന്നു വീണത്. 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം, അതിൻ്റെ പിന്നിൽ ആരൊക്കെ ആയിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ മമത കൃത്യമായി ഒഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ മമതയ്ക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസ് അഭയം കൊടുക്കണം എന്ന ആഗ്രഹവുമായി വന്നിരിക്കുന്നു. ആവശ്യമുണ്ടായിരുന്ന സമയത്തൊക്കെ, അതായത് കോൺഗ്രസിന് തിരിച്ച് സഹായം ചെയ്യേണ്ടി വരുന്ന സമയത്തൊക്കെ തള്ളിപ്പറയുകയാണ് മമതയും അതുപോലെ അഭിഷേക് ബാനർജിയും ചെയ്തതെങ്കിൽ ഇപ്പോൾ സ്വന്തം ജീവന് ഭീഷണിയായി വരുന്ന സാഹചര്യത്തിൽ ഇരുവരും കോൺഗ്രസ് നേതാക്കളെ കാണാൻ അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇതാണ് കാലഘട്ടത്തിൻ്റെ വിധി വൈപരീത്യം എന്ന് പറയേണ്ടി വരുന്നത്. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ മുന്നണി സംവിധാനവുമായി ഇനി എത്ര നാൾ മുന്നോട്ട് പോകും, അതോ UPA യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന മുന്നണി സംവിധാനം രൂപീകരിക്കുമോ? മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ രാജ്യസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാൻ കഴിയുന്നത്, ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന് ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി ഏറ്റവും പ്രാധാന്യം എന്നത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കൊണ്ടുവരിക, അഥവാ പുതിയൊരു മുന്നണി സംവിധാനം NDAക്ക് കൃത്യമായി ബദൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മുന്നണി സംവിധാനം കൊണ്ടുവരിക. അതിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് രാഹുലിനെയോ പ്രിയങ്കയോ അവരോധിക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതമായി ഇനി കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം.